പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ 17ാമത്തെ ദിവസവും നടപടികൾ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷവും സഭയിൽ അതുപോലെയുള്ള സമീപനം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ പ്രതിഷേധം കനത്തതോടെ ഇരു സഭകളും ഇന്ന് തടസ്സപ്പെടുന്നതും നമ്മൾ പലതവണ കണ്ടു. അയോധ്യ സംഭാവനക്കൊള്ള ചർച്ച ചെയ്യണം എന്നതാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കോൺഗ്രസ് നേതാക്കളായ മനീഷ് തിവാരിയും മാണിക്യം ടാഗോറും ഒക്കെ ഈ വിഷയം ശക്തമായി തന്നെ ഇന്നും സഭയിൽ ഉന്നയിച്ചു. പ്രമേയത്തിന് നോട്ടീസ് നൽകി ഇത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അയോധ്യ സംഭാവനക്കൊള്ളയ്ക്ക് പുറമെ ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ വിഷയം ആവർത്തിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ സഭയിലെത്തി ഈ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പാർലമെന്റിലെത്തുന്ന അമിത്ഷാ ഇന്നും സഭയിൽ എത്തിയിട്ടില്ല. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിലെത്തി പ്രതികരിക്കാൻ തയ്യാറായില്ല. പകരം ഇതിൽ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയാണ് ചെയ്തത്. അദ്ദേഹം ഇന്നും പാർലമെന്റിലെത്തി, പക്ഷേ സഭയിലേക്ക് വന്നില്ല. പക്ഷേ സഭയിലെത്തി അമിത്ഷാ പ്രസ്താവന നടത്തണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നും ആ ആവശ്യം ഉന്നയിച്ചാണ് അവർ ബഹളം വെച്ചത്. കഴിഞ്ഞ ദിവസം കിരൺ റിജിജു ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ സഭയിലെത്തുമെന്നും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്നും ഒരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അയോധ്യ വിഷയവും അപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അതേ തുടർന്നാണ് സമവായം ഉണ്ടാകാതെ പോയത്. എന്തായാലും ഒരു ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ ഇന്നും പാർലമെന്റിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. देश चाहता है संसद चले, संवाद हो, चर्चा हो, और इसकी प्रतिष्ठा बनाने की जिम्मेदारी भी सामूहिक सबकी है. मेरा आपसे आग्रह रहता है हमेशा कि संसद की प्रतिष्ठा को मत गिरने दो. मतभेद हो सकते हैं, लेकिन संसद की प्रतिष्ठा को इस तरीके से तख्तियां नारेबाजी से गिरना उचित नहीं है. आज 3 बजे तक स्पीकर साहब को वो पत्र दे दे. 3 बजे से लेकर कल 3 बजे तक सभी प्रकार की चर्चा के लिए हम तैयार हैं. मैं सदन में ही बैठूंगा, सबको सुनूंगा और सब चीजों का जवाब दूंगा. सरकार के पास छुपाने के लिए कुछ नहीं है. वो भी चर्चा करूंगा कि आपने क्यों चर्चा नहीं चाहिए. भारतीय जनता पार्टी की मोदी जी के नेतृत्व में सरकार, एनडीए की मोदी जी के नेतृत्व में सरकार हर चीज पर चर्चा के लिए तैयार है. संसद वो चलने दे बस. आज मैं चैनलों के माध्यम से इन विपक्ष को कहना चाहता हूं कि आप एक पत्र 2 बजे तक लिखकर दे दीजिए स्पीकर साहब को. 3 बजे से चर्चा चालू कर देंगे और कल 3 बजे मैं जवाब दे दूंगा सारी चीजों का. संसद में चर्चा करने के नियम बने हैं, तरीके बने हैं. अब मुझे कोई कहता है कि आप एक स्टेटमेंट दे दो. इतने गंभीर मसले पर इस तरह से चर्चा नहीं हो सकती है. താൻ എല്ലാ ദിവസവും പാർലമെന്റിൽ വരുന്നുണ്ടെന്നാണ് അമിത്ഷാ പറയുന്നത്. ചർച്ചയ്ക്ക് സന്നദ്ധമാണെങ്കിൽ സ്പീക്കർക്ക് 2 മണിക്ക് മുൻപ് അക്കാര്യം എഴുതി നൽകൂ. താൻ അവിടെ ഹാജരാകും. 3 മണിയോടെ ചർച്ച ആരംഭിക്കാം. വിശദമായി തന്നെ ചർച്ച നടത്താം. ഈ വിഷയത്തിൽ പ്രസ്താവനയിലൂടെ ഒതുക്കാൻ കഴിയുന്നതല്ല വിഷയം. എല്ലാം ജനങ്ങൾക്ക് മുന്നിലെത്തട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഇതെല്ലാം എന്നതാണ് പറയുന്നത്. സർക്കാരിന് യാതൊന്നും ഒളിക്കാനില്ല എന്ന് അമിത്ഷാ പറയുന്നു. പക്ഷേ ആദ്യം പ്രതിപക്ഷം ഇതിന് സന്നദ്ധമാവുകയാണ് വേണ്ടത്. ബഹളം വെച്ച് സഭ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നത് പ്രതിപക്ഷമാണ് എന്നതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്ന് അമിത്ഷാ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. അതേസമയം പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെക്കാൻ അമിത്ഷായാണ് നിർദ്ദേശിച്ചതെങ്കിൽ അമിത്ഷാ രാജിവെക്കണമെന്ന് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നു. ആരാണ് നിർദ്ദേശിച്ചതെന്ന് വ്യക്തത വരുത്താൻ ആഭ്യന്തരമന്ത്രി തയ്യാറാകണം എന്നതാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടത്. അക്കാര്യം ഇന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തു. അമിത്ഷായാണോ വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ആവശ്യപ്പെട്ടത്? അതാണെങ്കിൽ അമിത്ഷാ രാജിവെക്കണം എന്നതാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത്. We are not interested in listening to Mr. Amit Shah's imagination. We are not interested in him giving us a lecture or a discussion.
We are interested in one simple thing. And when I say we, I mean the younger generation of this country. Who shot those students? Who gave the order to shoot those students? Who blinded one of the students? Who shot one of the students in the ear? Who gave the order to beat the students with lathis, with nails? Who gave that order? That order was implemented by the Home Ministry. Delhi Police and RAC are both Home Ministry systems. Did Mr. Amit Shah give this order to shoot our children, or did he not? If he did, he should resign because he is culpable. ഇന്ന് ഈ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും മറ്റൊരു നീക്കമുണ്ടായി. രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച FCRA ഭേദഗതി ബിൽ JPCക്ക് വിട്ടിരിക്കുകയാണ് സർക്കാർ. നമുക്കറിയാം, വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഉയർന്നിരുന്നു. ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ JPCക്ക് വിടണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. പ്രതിപക്ഷ ബഹളത്തിനിടെ ശബ്ദ വോട്ടോടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം ഇന്ന് സഭ പാസാക്കിയത്. സമാജ്വാദി പാർട്ടി MP അഖിലേഷ് യാദവും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും തമ്മിൽ ഇതിനിടെ രൂക്ഷമായ വാക്പോര് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സഭയിൽ ഉയരുകയും ചെയ്തു. മുഴുവൻ പ്രതിപക്ഷവും FCRA ബില്ലിനെ എതിർക്കുന്നു എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ നിയമമെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചു. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്ന ഏതെങ്കിലും വ്യവസ്ഥ ചൂണ്ടിക്കാട്ടാൻ അപ്പോൾ ഭരണപക്ഷം വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. അഖിലേഷ് യാദവ് സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഈ ബില്ല് തന്നെ പിൻവലിക്കണം എന്നൊരാവശ്യമാണ് KC വേണുഗോപാൽ സഭയിൽ ഉന്നയിച്ചത്. നിത്യാനന്ദ് റായിയാണ് ഇന്ന് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ഭേദഗതി ബിൽ അവതരിപ്പിച്ചെങ്കിലും ബിൽ ചർച്ചയ്ക്കെടുത്തത് സർക്കാർ അവസാന നിമിഷം മാറ്റുകയായിരുന്നു. കേരളത്തിലൊക്കെ വലിയ പ്രതിഷേധമുയരുകയും തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരമൊരു നീക്കം ഉണ്ടായത്. അങ്ങനെ അവസാന നിമിഷം അത് മാറ്റിവെച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വലിയ പ്രതിഷേധത്തിനിടയിൽ ഇപ്പോൾ അത് JPCക്ക് വിട്ടിരിക്കുകയാണ്. ബിൽ ഈ സഭാ സമ്മേളനത്തിൽ പാസാക്കും എന്നത് നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്ത് നിന്ന് ഉൾപ്പെടെ വലിയ ശക്തമായ ആവശ്യം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാർ അത് JPCക്ക് വിടാനുള്ളൊരു നീക്കം എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കം കൂടി ഇന്ന് ഉണ്ടായി. ഇനി ഒരു ദിവസം മാത്രമേ സഭ അവസാനിക്കാൻ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വേഗത്തിൽ ചർച്ചകളില്ലാതെ ബിൽ പാസാക്കി എടുക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും അമിത്ഷാ സഭയിലെത്തിയില്ല. അതിനിടയിൽ തന്നെ ഇന്ന് വലിയൊരു പ്രതിഷേധവും നാടകീയ രംഗവും ഒക്കെ രാജ്യസഭയിലുമുണ്ടായി. രാജ്യസഭയിൽ BJP MP സുഷ്മിത ദേവ് തനിക്കെതിരെ നടത്തിയ ലുങ്കി വാല എന്ന പരാമർശത്തിനെതിരെ CPM MP ജോൺ ബ്രിട്ടാസ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. അദ്ദേഹം സഭയിൽ അതിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. തനിക്കെതിരെ നടത്തിയ പരാമർശം തികച്ചും അധിക്ഷേപകരവും ഒരു പാർലമെന്റ് അംഗത്തിന് യോജിക്കാത്തതാണ് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവകാശ ലംഘനത്തിന് ജോൺ ബ്രിട്ടാസ് നോട്ടീസ് നൽകിയത്. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ബ്രിട്ടാസ് സഭയിൽ ഉയർത്തിയത്. രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനാണ് അവകാശ ലംഘന നോട്ടീസ് നൽകിയത്. മലയാളി എന്ന നിലയിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. അപമാനിച്ച അംഗം തന്നെ നിരന്തരം ശല്യപ്പെടുത്തിയെന്നും ലുങ്കിവാല എന്ന് നിരന്തരം വിളിച്ച് പരിഹസിച്ചുവെന്നും ജോൺ ബ്രിട്ടാസ് സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സ് ഭേദഗതി ഓർഡിനൻസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ജോൺ ബ്രിട്ടാസ് സംസാരിക്കുമ്പോഴായിരുന്നു വിവാദ പരാമർശമുണ്ടായത്. ബ്രിട്ടാസിന്റെ തൊട്ടു പിന്നിലെ സീറ്റിലിരുന്ന സുഷ്മിത ദേവ് അദ്ദേഹത്തെ ആവർത്തിച്ച് ലുങ്കിവാല എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഇതാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിനെതിരെയാണ് സഭയിലും ഇന്ന് ബ്രിട്ടാസ് രംഗത്ത് വന്നത്. ഇത് അബദ്ധത്തിൽ പറഞ്ഞുപോയതല്ല എന്നും ദക്ഷിണേന്ത്യക്കാർക്കെതിരായ ബോധപൂർവമായ അധിക്ഷേപമാണ് എന്നതുമാണ് ബ്രിട്ടാസ് ആരോപിക്കുന്നത്. Sir, please take your seat. I'm coming back, please. I'm coming back. Sir, the verbal duel is okay. We fight each other. But she repeatedly called me Lungi Wala, Lungi Wala. Every honorable member is equal. We are all equal Indians. Please take your seat. This bill. After hearing it, if you have any objection, you can raise it afterwards. No, you please take your seat. Let the minister answer to it. Then you can have. Yes, sir. If there is anything
which is objectionable or which is unbecoming of the character of the nation or the dignity of the House. I would like to request Honorable Chairman to call the member to your chamber and listen to what happened, because I have not witnessed to whatever Honorable Member John Nobody is witnessed, but എന്തായാലും ഈ പരാമർശം അത് സഭയിൽ ബ്രിട്ടാസ് ഉയർത്തിയതിനെ തുടർന്ന് പിന്നീട് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാഗ്വാദവും ബഹളവുമൊക്കെയാണ് സഭയിൽ ഉണ്ടായത്. സഭാ നടപടികൾ അങ്ങനെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അധ്യക്ഷന്റെ ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായി. ഒപ്പം അധ്യക്ഷന്റെ ഒരു ഇടപെടലും വളരെ ശ്രദ്ധേയമായി. സഹപ്രവർത്തകരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കരുത് എന്ന അധ്യക്ഷൻ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. നേരത്തെ അമിത്ഷാ സഭയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം, അത് അവരുടെ പ്രതിഷേധം ആവർത്തിച്ച് വന്നപ്പോൾ കിരൺ റിജിജുവിനോട് അദ്ദേഹം സഭയിലെത്താൻ ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പ്രതിപക്ഷ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് ചർച്ചയായതുപോലെ തന്നെ ഇന്ന് ഈ വിഷയങ്ങളിൽ ഇടപെട്ട് അധ്യക്ഷൻ നടത്തിയ പരാമർശങ്ങളും ശ്രദ്ധേയമായി. ഇന്ത്യയുടെ സംസ്കാരം വൈവിധ്യമാർന്ന പ്രാദേശിക സ്വത്വങ്ങളെയും പാരമ്പര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എന്നതാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ബഹളത്തെ തുടർന്ന് സഭ തടസ്സപ്പെടുകയും നിർത്തിവെക്കുകയും ചെയ്യേണ്ടി വന്നു. പിന്നീട് എല്ലാ സംസ്ഥാനങ്ങളിലെയും വസ്ത്രധാരണ രീതിയെ തങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് എന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ തന്നെ സഭയിൽ വ്യക്തമാക്കി. തങ്ങൾ ഇതിനെ ലുങ്കി എന്നല്ല ധോത്തി എന്നാണ് വിളിക്കുന്നതെന്നും ഇത്തരം പ്രസ്താവനകളെ പിന്തുണയ്ക്കുന്നില്ല എന്നും JP നദ്ദ പറഞ്ഞു. എന്തായാലും സുഷ്മിതാ ദേവിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി സഭാരേഖകളിൽ ഉൾപ്പെടുത്തണം എന്ന ഒരു ആവശ്യമാണ് BJP ഇതുമായി ബന്ധപ്പെട്ട് വെച്ചത്. എന്തായാലും ദക്ഷിണേന്ത്യയിലെ ജനങ്ങളെ ആകെ അപമാനിക്കുന്നതാണ് ഈ പ്രയോഗം എന്നതാണ് ജോൺ ബ്രിട്ടാസ് സഭയിൽ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. നമുക്കറിയാം ആ രീതിയിലൊക്കെയുള്ള ഒരു വേർതിരിവ് രാജ്യത്ത് നിലനിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് BJP അംഗത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു പരാമർശം ഉണ്ടായത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ സഭയിൽ ജോൺ ബ്രിട്ടാസ് MP ഉന്നയിക്കുന്നത്. അത് അവകാശ ലംഘനത്തിന് അതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതിൽ വളരെ നാടകീയ രംഗങ്ങളാണ് ഇന്ന് സഭയിൽ ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.